Hi dear students, today a new topic, a new statement is prepared, that is marginal cost statement. A marginal cost statement is a profitability statement prepared according to marginal costing principle. It is a profitability statement. Marginal costing principle പ്രകാരം പ്രോഫിറ്റ് കാണാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റോ ലോസോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാർജിനൽ കോസ്റ്റിങ്ങിൽ പ്രോഫിറ്റോ ലോസോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. മെയിൻലി ഇറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് സെയിൽസ്. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് സെയിൽസ് ആയിരിക്കാം. ദെൻ secondly, if we deduct variable cost, the result is contribution. സെയിൽസിൽ നിന്ന് നെക്സ്റ്റ് നമ്മൾ ചെയ്യുക, we will deduct variable cost. എല്ലാ വേരിയബിൾ കോസ്റ്റുകളും ലെസ് ചെയ്യും. then the result will be termed as contribution. So sales minus variable cost is contribution. Then if we deduct fixed cost from contribution, the result is profit or loss. പിന്നീട് ചെയ്യുക, കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്യും, ബാലൻസ് ആണ് പ്രോഫിറ്റോ ലോസോ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് സിമ്പിൾ കണ്ടൻസ് ഓഫ് എ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ്ലി വി വിൽ ഷോ സെയിൽസ്. ഫ്രം സെയിൽസ് വി വിൽ ഡിഡക്റ്റ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റുകൾ മുഴുവൻ ലെസ് ചെയ്യും. ഓക്കെ, ദെൻ ദ റിസൾട്ട് വിൽ ബി കോൺട്രിബ്യൂഷൻ. ദിസ് ഈസ് കോൺട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. The next we will deduct fixed cost. Fixed cost ലെസ് ചെയ്യും, then the result is called profit. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ഇക്വേഷൻ പറഞ്ഞത് അല്ലേ. സെയിൽസ് ഈസ് ഈക്വൽ ടു എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഓർ ലോസ് അല്ലേ. ഇവിടെ വരുന്ന എലമെൻറ്റ്സ് ഇതാണ്. സെയിൽസ് അല്ലേ, അതിൽ വരുന്ന ഐറ്റംസ് ഒന്ന് വേരിയബിൾ കോസ്റ്റ്, മറ്റൊന്ന് ഫിക്സഡ് കോസ്റ്റ് ഇല്ലേ. രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അതിനോടുകൂടി പ്രോഫിറ്റോ ലോസോ അഡ്ജസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഫിഗറാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ കണ്ടൻസ് ഓഫ് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദിസ് ഈസ് ദ ഫോർമാറ്റ് ഓഫ് എ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വി വിൽ പ്രൊവൈഡ് three columns, one particulars column and two amount columns. Actually one amount column is required. The second one is to show per unit cost. It will not be available in all the situations, but if it is available, better to show this column. Okay, per unit cost and total cost and a particulars column. First we will show sales. Sales value will be shown, per unit value will be here, then the total value will be here. Next, less variable costs. വേരിയബിൾ കോസ്റ്റുകൾ മുഴുവൻ ലെസ് ചെയ്യും. വേരിയബിൾ കോസ്റ്റ് നമ്മൾ 1 by 1 ആയിട്ട് മറ്റൊരു ഇന്നർ കോളത്തിൽ കാണിക്കാവുന്നതാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, ദെൻ നെക്സ്റ്റ് വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ്, വേരിയബിൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, വേരിയബിൾ സെല്ലിംഗ് ഓവർഹെഡ്, വേരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഓൾ ദ വേരിയബിൾ കോസ്റ്റ് ആർ ഷോൺ ഹിയർ ആൻഡ് ഇറ്റ് ഈസ് ടോട്ടൽഡ് അല്ലേ. ദിസ് ഈസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഓർ ടോട്ടൽ മാർജിനൽ കോസ്റ്റ്. This is marginal cost. Marginal cost is actually variable cost. So total variable cost is shown here and the result will be contribution. Sales less variable cost. Okay, sales, first we will show sales less variable cost, then we will get contribution. From sales we will deduct total variable cost, the result will be contribution. Then next we will deduct fixed cost and the result will be profit, or if it is negative figure it is loss. This is marginal cost statement. Now let us go through an example. Prepare marginal cost statement from the following details. We are given with sales 6 lakhs, direct material cost 1,50,000, direct wages 1,25,000, variable overhead 1 lakh, fixed cost 1,25,000. This is a format. So we will provide here we have not given with per unit cost, so we have ignored per unit cost, but we show an inner column for showing the amounts. Okay, so here the first item is sales. We show the sales here.
Then less variable costs. All the variable costs are shown here. That is direct material, direct wages, variable overhead, then total variable overheads. Total variable cost is 3,75,000. It is shown here, total variable cost. Then the result is contribution. Contribution is 2,25,000. Then less fixed cost 1,25,000. The result will be profit, that is 1 lakh. This is how we will prepare marginal cost statement. Then this is another question. You are given the following information relating to a company for the year 2020. Output 20,000 units, selling price 12, direct material 5, direct labor 2, variable overheads 1. Fixed cost per year is 60,000. Calculate total marginal cost, contribution and profit by preparing a marginal cost statement. Marginal cost എത്രയാണെന്ന് കാണുക, contribution കാണുക, profit കാണുക. Marginal cost എന്ന് പറയുമ്പോൾ total variable cost ആണ്. ഓക്കെ, ദെൻ സെയിൽസ് നിന്ന് വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റും കിട്ടും. ഓക്കെ, വി ഹാവ് ടു പ്രിപ്പയർ a marginal cost statement. This is how we will prepare a marginal cost statement. Then first we will show sales 20,000 units. So per unit cost is 12 and the amount is 20,000 into 12, 2,40,000. The next less marginal cost. Marginal cost means variable cost. Direct material rupees 5, 1 lakh. Then direct labor rupees 2, 40,000, direct expenses rupee 1, 20,000. Then total marginal cost per unit is 8 and the total amount is 1,60,000. This is our first answer. Then when we deduct 1,60,000 from 2,40,000, we will get the next value, that is contribution 80,000. Contribution per unit is rupees 4, that is rupees 12 minus 8, that is rupees 4. Then less fixed costs, then the result will be profit. Fixed cost will not be shown in unit if it is not given, because it is the period cost. Then we will get profit 20,000. Okay, this is how we will prepare marginal cost statements. This is a question for you. You are given the following information related to B Limited. Output 30,000 units, selling price rupees 18, direct material cost rupees 6, direct labor per unit 3, variable overhead rupees 2. Fixed cost for the year is 60,000. Prepare marginal cost statement. Okay, ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ചെയ്യേണ്ടത്, യു പ്രൊവൈഡ് 2 amount columns, per unit column and amount column, and all the calculations should be shown in the inner column. It can be shown in a particular column or it can be shown in particulars column itself. And today we are discussing one more small area, that is we are relating marginal costing with the absorption costing. You have already learned cost accounting, and the system you learned in that cost accounting is absorption costing. In case of absorption costing, all the cost, whether it is fixed cost or variable cost, all the costs are totaled and it is divided by number of units produced, and the total cost is charged to all the units produced. But in case of marginal costing, we know we are considering only the variable cost. Marginal costing is a practice of charging only variable cost to cost of production, leaving fixed cost to be charged to costing, profit and loss account. Variable cost മാത്രം ചാർജ് ചെയ്യുന്ന ഫിക്സഡ് കോസ്റ്റ് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സിസ്റ്റമാണ് മാർജിനൽ കോസ്റ്റിംഗ്. ഇൻ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഓർ ടോട്ടൽ കോസ്റ്റിംഗ്, all types of costs are charged to output or process. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് പക്ഷേ അങ്ങനെയല്ല, എല്ലാ കോസ്റ്റുകളും ഫിക്സഡോ വേരിയബിളോ ഒന്നും വ്യത്യാസമില്ലാതെ ടോട്ടൽ കോസ്റ്റ് തന്നെ പ്രോഡക്റ്റിന് ചാർജ് ചെയ്യും. The profits disclosed under 2 methods will be the same.
രണ്ട് മെത്തേഡാണെങ്കിലും പ്രോഫിറ്റ് സെയിം തന്നെ ആയിരിക്കാം, പ്രൊവൈഡഡ് ദർ ഈസ് നോ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം വരും. അല്ലാത്ത കേസുകളിൽ രണ്ട് മെത്തേഡിലും പ്രോഫിറ്റ് സെയിം തന്നെ ആയിരിക്കും. കാരണം നമ്മൾ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തു അല്ലേ, നമ്മൾ എന്ത് ചെയ്തു, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് പ്രോഫിറ്റ്. പക്ഷേ നമ്മൾ ഡിസിഷൻ എടുക്കുക പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടല്ല. മാർജിനൽ കോസ്റ്റിങ്ങിൽ എല്ലാ ഡിസിഷൻസും കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ദാറ്റ് ഈസ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ. വി ഇഗ്നോർ ഫിക്സഡ് കോസ്റ്റ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. Then in marginal costing, stock is valued at marginal cost, whereas in total costing it is valued at total cost. ഒരു ഐഡിയ കിട്ടിയോ എന്താണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന്? Then now let us discuss the difference between marginal costing and absorption costing. Marginal costing is the practice of charging only variable cost to products or output or process. In absorption costing, both variable and fixed costs are charged to products, outputs or process. Second difference, there is no apportionment of fixed costs and they are charged to costing profit and loss account under marginal costing. Absorption costing നമ്മൾ ചെയ്യുക ഫിക്സഡ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് fixed costs are not apportioned, they are directly charged to costing profit and loss account. But fixed costs are apportioned and charged to outputs or processes under absorption costing. Absorption costing പക്ഷേ ഫിക്സഡ് കോസ്റ്റുകൾ നമ്മൾ ഓരോ കോസ്റ്റ് യൂണിറ്റുകൾക്കും അപ്പോർഷൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. Then under marginal costing, inventories or stocks are valued at marginal cost. സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിലാണ്. ബട്ട് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ദേ ആർ വാല്യൂഡ് അറ്റ് ടോട്ടൽ കോസ്റ്റ്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റിലാണ്. ദെൻ അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് the profitability of a product or department is judged on the basis of contribution. മാർജിനൽ കോസ്റ്റിങ്ങിൽ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, പ്രോസസ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോൺട്രിബ്യൂഷൻ. പ്രോഫിറ്റബിലിറ്റി മെഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ ആണ്. ബട്ട് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഇറ്റ് ഈസ് ജഡ്ജ്ഡ് ഓൺ ദ ബേസ് ഓഫ് അൾട്ടിമേറ്റ് പ്രോഫിറ്റ്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ നമ്മൾ ജഡ്ജ്മെൻറ്റിന് ഉപയോഗിക്കുക ആക്ച്വൽ പ്രോഫിറ്റ് തന്നെയാണ്. അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ഈസ് അസർട്ടൈൻഡ് ബൈ ഡിഡക്റ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് ഫ്രം കോൺട്രിബ്യൂഷൻ. മാർജിനൽ കോസ്റ്റിങ്ങിൽ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് കാണുക. അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഇറ്റ് ഈസ് അസർട്ടൈൻഡ് ബൈ ഡിഡക്റ്റിംഗ് ടോട്ടൽ കോസ്റ്റ് ഫ്രം സെയിൽസ്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് സെയിൽസിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് ലെസ് ചെയ്യുന്ന ടെക്നിക്കാണ്. ഓക്കെ, ദീസ് ആർ സം ഓഫ് ദ ഡിഫറൻസസ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.